നമ്മൾ ടീച്ചേഴ്സ് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി മിക്കവാറും ഉപയോഗിക്കുന്ന ഫ്രീ ആപ്പുകളാണ്. ഈ ഫ്രീ ആപ്സ് ഉപയോഗിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ചില പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. അതിൽ ഒന്ന് ഹാക്കിങ്ങിനുള്ള സാധ്യതയാണ്. വെറുതെ കുട്ടികളത് ഹാക്ക് ചെയ്തിട്ട് കയറുകയും ക്ലാസ് ഡിസ്ട്രോയ് ചെയ്യാനും സാധ്യതയുണ്ട്. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് അവർ ജോയിൻ ചെയ്യുന്നത് മെയിൽ ഐ ഡി വെച്ചാണ് ജോയിൻ ചെയ്യുന്നത്. മെയിൽ ഐ ഡിയിലെ യൂസർ നെയിം മാത്രമാണ് ടീച്ചേഴ്സിന് കാണാൻ കഴിയുള്ളൂ. ക്ലാസ് ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. യൂസർ നെയിം വെച്ചിട്ട് ഒരാൾക്കെതിരെ നമുക്ക് ഒരു ആക്ഷനും ആരാണ് ജോയിൻ ചെയ്തതെന്നോ ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല. അപ്പോൾ തീർത്തും സെക്യൂർഡ് അല്ലാത്ത ഒരു പ്ലാറ്റ്ഫോമുകളാണ് മിക്കവാറും ഈ ഫ്രീ ആപ്പുകൾ എന്ന് പറയുന്നത്. മാത്രമല്ല റെക്കോർഡിംഗ് ഫെസിലിറ്റി അതിനകത്ത് ഇല്ലതാനും. ചില ആപ്പുകളിൽ 40 മിനിറ്റ് മാത്രമാണ് ഓൺലൈൻ ക്ലാസ്സിനുള്ള സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതിനിടയ്ക്കാണ് പുതിയൊരു ആപ്പ് പരിചയപ്പെടാൻ അവസരം കിട്ടിയത്. ആപ്പിൻ്റെ പേര് ടീച്ച് മിൻറ്റ് എന്നുള്ളതാണ്. ഇത് ഒട്ടുമിക്കവാറും ഓൺലൈൻ ക്ലാസ്സിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളിൽ നിന്നുള്ള അസൈൻമെൻറ്റുകൾ അവർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ടീച്ചർ അസസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും ഇതിനകത്തുണ്ട്. കൂടാതെ ഓൺലൈൻ ടെസ്റ്റ് നടത്താനും എത്ര സമയത്തേക്ക് വേണമെങ്കിലുള്ള ക്ലാസ് നടത്താനും അവ റെക്കോർഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഏതെങ്കിലും ഒരു കുട്ടീനെ വിട്ടുപോവുകയാണ്, ക്ലാസ് ഓൺലൈൻ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ കുട്ടിയുടെ യൂസർ നെയിമിൽ ഇതിനകത്ത് എൻട്രി ചെയ്യുകയാണെങ്കിൽ നേരത്തെ എടുത്ത ക്ലാസ്സുകൾ കാണുന്നതിനുള്ള സൗകര്യമുണ്ട്. ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസുണ്ട്. കുറച്ച് നല്ല ആപ്പാണെന്ന് തോന്നുന്നു. എന്തായാലും എങ്ങനെയാണ് ആപ്പ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ടീച്ച് മിൻറ്റ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങൾ ചോദിക്കും. നിങ്ങൾ സ്റ്റുഡൻ്റായിട്ടാണോ ജോയിൻ ചെയ്യുന്നത് അതോ ടീച്ചറായിട്ടാണോ ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിക്കും. നമ്മൾ ടീച്ചർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയും പേര് സെറ്റ് ചെയ്യാനുള്ളതുണ്ട്, ഫോൺ നമ്പർ സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഫോൺ നമ്പറിലേക്ക് OTP വരും. OTP എൻ്റർ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ക്ലാസ് റൂമിൽ നമുക്കൊരു ആപ്പിനകത്തേക്ക് എൻട്രി ആയി. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ക്രിയേറ്റ് എ ക്ലാസ് റൂം എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ക്രിയേറ്റ് എ ക്ലാസ് റൂം ചോദിക്കുന്ന സമയത്ത് ഏത് സബ്ജക്റ്റാണ്, ക്ലാസ്സിൻ്റെ പേരെന്താണെന്നുള്ളത് സെറ്റ് ചെയ്യണം. ഇനി ഓൺലൈൻ ക്ലാസ് നടത്തുന്നതിന് വേണ്ടി ടൈം നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് ആ ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ടൈം ടേബിൾ കൊണ്ട് എത്ര മണിക്കാണ് നമ്മൾ ക്ലാസ് നടത്തുന്നതെന്നുള്ള വിവരം സെറ്റ് ചെയ്യുകയും അത് നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് ലഭിക്കുകയും ചെയ്യും. എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏത് ഡേ ആണോ വേണ്ടത്, ഇപ്പോൾ മൺഡേ ആണെങ്കിൽ മൺഡേ എന്ന് ക്ലിക്ക് ചെയ്തു. അത് തന്നെ ടൈം സെറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ ഉണ്ട്. 7 മണിക്കാണ് ഞാൻ ചെയ്യുന്നത്, ഇരിക്കട്ടെ, ഈവനിങ് 7 മണിക്ക്. 7 മണി സ്റ്റാർട്ടിങ്, ഫിനിഷിങ് 8 മണിയാണ്, 8 PM ആണ്. സെറ്റ് ചെയ്തു. ഓക്കെ കൊടുത്തു. 7 PM മുതൽ 8 PM വരെയാണ് ഞാൻ ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ക്ലാസ്സിൻ്റെ. ഇത് അപ്ഡേറ്റ് ക്ലാസ് റൂം എന്ന് കൊടുത്തു. ഈ നോട്ടിഫിക്കേഷൻ അവർക്ക് വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. അപ്പോൾ അതിനുവേണ്ടി ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് എൻറോൾ ചെയ്യുന്നതിന് വേണ്ടി കുട്ടികളെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ക്ലാസ് റൂമിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. 2 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഗ്രീൻ കളറിൽ കാണുന്ന ക്ലാസ് റൂം ID എന്നുള്ള അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഏതാണോ നമ്മുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ഷെയർ ചെയ്താൽ മതി. ഈ ക്ലാസ് റൂം ID ഷെയർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ആഡ് സ്റ്റുഡൻ്റ് എന്നുള്ള പ്രൊവിഷനിലൂടെ ചെയ്യാം. വാട്സപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് എൻറോൾ ചെയ്യാൻ, വാട്സപ്പ് ചെയ്യുന്നതോടുകൂടി എൻറോൾ ചെയ്യാനുള്ള ഒരു മെസ്സേജ് അവർക്ക് ലഭിക്കും. അതിലൂടെ അവർക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത കുട്ടികൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻറോൾ ചെയ്യുന്ന സമയത്ത്
ഇവിടെ കാണുന്ന സ്റ്റുഡൻറ്റ് എന്നുള്ള ഈ പേജിൽ എൻറോൾ ചെയ്യാനുള്ള റിക്വസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. ഒന്നുമില്ലെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ കുട്ടികൾ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ഫോൺ നമ്പറും ഡിസ്പ്ലേ ചെയ്യും. ആ ഫോൺ നമ്പറും കുട്ടിയുടെ പേരും കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്തിട്ട് എൻറോൾ ചെയ്യാം. കാരണം എന്തെങ്കിലും ഒരു കുഴപ്പം വരികയാണെങ്കിൽ, എന്തെങ്കിലും ബാഡായിട്ട് കുട്ടികൾ പെരുമാറുകയാണെങ്കിൽ കുട്ടികളുടെ ഫോൺ നമ്പർ നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ റെക്കോർഡഡും ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത കുറവായിരിക്കും. ഇനി ഏതെങ്കിലും സ്റ്റുഡൻറ്റ് മിസ്ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം. അതല്ല പരിചയമില്ലാത്ത നമ്പറാണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്നുള്ളതിൽ എൻറോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് വരും. അത് കുറച്ച് നേരത്തെ എൻറോൾ ചെയ്യിപ്പിച്ചാൽ വെരിഫൈ ചെയ്യുകയും ചെയ്യാം. ഇൻവൈറ്റ് സ്റ്റുഡൻസ് ഇതിലാണ്. അടുത്തത് ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനുള്ള എന്തെല്ലാം ഫങ്ഷൻസ് ആണുള്ളതെന്ന് ആദ്യം ഒന്ന് നോക്കാം. ലൈവ് ലെക്ചേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത ക്ലാസ്സുകൾ ഒരു സെർവറിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് 24 hours ഉള്ളിൽ നമുക്കത് റെക്കോർഡിംഗ് ഇതിനകത്ത് കാണാൻ കഴിയും. മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് ഏത് സമയം വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാനും പറ്റും. സ്റ്റുഡൻസ് ലിസ്റ്റ് ലഭ്യമാണ്. ചാറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ നോട്ടീസ് ബോർഡ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നോട്ടീസ് ബോർഡായിട്ട് നമ്മൾ ആഡ് നോട്ടീസ് എന്നുള്ളതിൽ കൊടുക്കുകയാണെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യും. അസൈൻമെൻറ്റുകൾ മറ്റൊരു ഉപകാരപ്പെട്ട കാര്യമാണ്. ക്രിയേറ്റ് അസൈൻമെൻ്റ് എന്ന് കൊടുക്കുക. വ്യൂ സബ്മിഷൻസ്, എഡിറ്റ് സൊല്യൂഷൻസ്, ഇതിനകത്ത് നമുക്ക് അസൈൻമെൻറ്റുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ ടെസ്റ്റുകൾ നടത്താൻ പറ്റും. ക്രിയേറ്റഡ് ടെസ്റ്റ് കൊടുക്കുന്നതോട് കൂടിയിട്ട് സബ്ജക്റ്റീവ് ഉണ്ട്, MCQ ഉണ്ട്, ടോപ്പിക് കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ടെസ്റ്റ് ഡേറ്റ് കൊടുക്കുക, സ്റ്റാർട്ട് ഡേറ്റ്, ടെസ്റ്റ് ഡ്യൂറേഷൻ, മാർക്ക് സെറ്റ് ചെയ്യാനുള്ള സംവിധാനം. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി അറ്റാച്ച് ചെയ്താൽ മതി. PDF ആയിട്ടൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ആഡ് അറ്റാച്ച്മെൻറ്റ്, സേവ് ആൻഡ് ക്രിയേറ്റ് എന്നുള്ളത് കൊടുത്താൽ മതി. അടുത്ത കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽ ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസ് ലിങ്ക് ഇവിടെ കൈറ്റ് വെക്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്യാം. ഇമേജുകളായിട്ട് നമ്മൾ ഏതെങ്കിലും നോട്ട്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഇമേജായിട്ട് സെറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാം. ഡോക്യുമെൻറ്റ്സ് ചെയ്യാം. ഇത്രയും ഐക്കൺസാണ് ഇതിനകത്തുള്ളത്. ഇല്ലേ, ഇനി എങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ് നടത്തുക എന്നുള്ളത് അതിൽ സിമ്പിളാണ്. ഗോ ലൈവ് എന്നുള്ളത് കൊടുക്കുക. ഗോ ലൈവ് കൊടുക്കുന്നതോട് കൂടിയിട്ട് വീഡിയോ ക്യാമറ ഓണാവും, ഓഡിയോ ഓണാവും. നമ്മൾ പിക്ചറിൽ സെൻറ്ററിൽ തൊടുകയാണെങ്കിൽ ഓപ്ഷൻസ് എന്നുള്ളത് കാണാൻ കഴിയും. 3 ഓപ്ഷൻസാണ് ഉള്ളത്. അതിൽ മ്യൂട്ട് ആൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് വിദ്യാർത്ഥികളുടെ ഓഡിയോ ഓഫ് ചെയ്യുന്നതിനുള്ളൊരു സംവിധാനമാണ്. മറ്റൊന്ന് ലോ ക്വാളിറ്റി വീഡിയോ ഷെയറിങ്ങിന് വേണ്ടി, അതായത് നമുക്ക് ഡാറ്റ കുറഞ്ഞ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് എടുക്കുന്നതിനുള്ളൊരു സൗകര്യമാണത്. തേർഡ് വൺ എന്ന് പറയുന്നത് റെക്കോർഡിങ് ചെയ്യുന്നതിന് വേണ്ടി, നമ്മളെടുക്കുന്ന ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത്. റെക്കോർഡഡ് വീഡിയോസ് അവർക്ക് പിന്നീട് വിദ്യാർത്ഥികൾക്ക് അവർ ലോഗിൻ ചെയ്യുമ്പോൾ വീഡിയോയിനകത്ത് കാണാൻ കഴിയും. അതിന് വേണ്ടിയാണ് റെക്കോർഡിംഗ് എന്നുള്ള ഓപ്ഷൻ. പിന്നെ കൂടാതെ നമുക്ക് ഓഡിയോ ഓഫ് ചെയ്യുന്നതിനും വീഡിയോ ഓഫ് ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. അതേപോലെ തന്നെ റിയർ ക്യാമറ ഉപയോഗിക്കുന്നതിനുള്ളതുണ്ട്. അടുത്തൊരു ഓപ്ഷൻ പറയുന്നത് സ്ക്രീൻ ഷെയറിങ്ങുള്ള ഓപ്ഷനാണ്. സ്ക്രീൻ ഷെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പവർ പോയിൻ്റ്, റിലവൻ്റ് ആയിട്ടുള്ള പവർ പോയിൻ്റുകൾ അവർക്ക് ഷോ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണിത്. കൂടാതെ സ്ക്രീൻ ഷെയറിംഗ് കൂടാതെ ഷെയർ ഓഫ് ഫോട്ടോസ് ഉണ്ട്, PDF ഷെയറിംഗ് ഉണ്ട്, വൈറ്റ് ബോർഡ് ഉണ്ട്. വൈറ്റ് ബോർഡ് എന്തെങ്കിലും നമുക്ക് വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടി, അതായത് എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നല്ല കാര്യമാണിത്. ആരെല്ലാം പങ്കെടുത്തു എന്നുള്ളത്, എത്ര സമയം പങ്കെടുത്തു എന്നുള്ളതും നമുക്കറിയാൻ പറ്റും. അറ്റൻഡൻസ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. മിക്കവാറും ആപ്പുകളിലൊക്കെ ഈ ഒരു സംവിധാനം മൊബൈലിലാവുന്ന
സമയത്ത് ഈ സൗകര്യമില്ല. ലാപ്ടോപ്പ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറ്റൻഡൻസ് സെറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് എങ്കിലും മൊബൈലിൽ ഈ ഒരു സംവിധാനമില്ല. തീർത്തും ഇതിന് വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആരെത്ര സമയം പങ്കെടുത്തു എന്നറിയാനുള്ള ഒരിതുണ്ട്. ഇതാണ് കാര്യമായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ എബൌട്ട് ടീച്ചർ സെറ്റ് ചെയ്യാനുണ്ട്, എബൌട്ട് ക്ലാസ് റൂമുണ്ട്, സ്റ്റാറ്റസ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് നല്ലൊരു ആപ്പാണെന്ന് കരുതുന്നു. കൂടാതെ ഇവരുടെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അവർ മറുപടി തരുന്നുണ്ട്. വീഡിയോ എല്ലാം നല്ല ക്ലാരിറ്റിയോട് കൂടിയാണ് ഉള്ളത്. പക്ഷെ നല്ല കാര്യമാണെന്ന് തോന്നുന്നു. മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് കാണുന്നത്. ഇപ്പോൾ ഇവരാരും ഇത് ഫ്രീ ആയിട്ടാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ എന്താവുമെന്ന് എനിക്കറിയാൻ വയ്യ. എന്നിരുന്നാൽ പോലും നമുക്ക് ഇപ്പോൾ നിലവിലത് ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത്. മറ്റേത് ആപ്പിനേക്കാൾ നന്നായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിലേറ്റവും വലിയ സെക്യൂർഡ് എന്ന് പറയുന്നത് ക്ലാസ് ഡിസ്ട്രോയ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷെ നല്ല ആപ്പായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഒരു വീഡിയോ ഒരു ഇൻട്രഡക്ഷൻ, ഒരു ആപ്പിനെ കുറിച്ചൊരു ഇൻട്രഡക്ഷനായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം പറയുക.